കാമുകി വഞ്ചിക്കുന്നുവെന്ന സംശയം. വീടിനുള്ളിൽ കയറി ആ പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. മകൾ കൊല്ലപ്പെട്ടത് അറിയാതെ അവളുടെ വീട്ടുകാർ. പതിനഞ്ച് വയസ്സുകാരിയാണ് 17കാരനായ കാമുകൻ വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നത്. അവൾ മറ്റൊരാളുമായി പതിവായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള സംശയമായിരുന്നു ആ കൊലപാതകത്തിന് കാരണം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ പെൺകുട്ടി. സക്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. പെൺകുട്ടിയുടെ വീട് അവളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ആൺകുട്ടി താമസിക്കുന്നത്. 1 വർഷത്തിലേറെയായി രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പതിവായി അവർ വീട്ടുകാരറിയാതെ കാണുകയും ചെയ്യും. ഏതാണ്ട് 4 മാസം മുമ്പാണ് ഈ കാമുകൻ ജോലിക്കായി ഡൽഹിയിലേക്ക് പോയത്. പെൺകുട്ടിയുള്ളത് മുസാഫർപൂരിലും. ഇതോടെ രണ്ടുപേരും രണ്ടിടത്തായതോടെ ഇവരുടെ ബന്ധത്തിലെ ഒരു ഊഷ്മളത അതങ്ങ് കുറയാൻ തുടങ്ങി. പയ്യെ പയ്യെ അവരുടെ ഫോൺ കോളുകൾ, ഫോൺ സംഭാഷണങ്ങളൊക്കെ കുറഞ്ഞു. ഈ സമയം പെൺകുട്ടി മറ്റൊരാളുമായി സ്ഥിരം സംസാരിക്കാറുണ്ട് എന്ന് ഇവനെ അവന്റെ ഒരു സുഹൃത്ത് അറിയിക്കുകയാണ്. ഇതോടുകൂടി ഇവനിൽ ആ പകയുടെ കനലെറിയാൻ തുടങ്ങി. അവൻ 7 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് മുസാഫർപൂരിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വീടിന് പുറത്തേക്ക് അവളോട് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ തയ്യാറായില്ല. ഫോണിലൂടെ വലിയ വഴക്കിട്ടു. ഒടുവിൽ അവൻ ആ വീട്ടിലേക്ക് ആരും കാണാതെ അതിക്രമിച്ചു കയറി. വീട്ടിലുള്ള എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. വീട്ടിനുള്ളിൽ വെച്ചും ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിൽ തർക്കമായി. ആ സമയം അവൻ കരുതിയിരുന്ന പിസ്റ്റൾ എടുത്ത് അവളുടെ തലയിലേക്ക് വെടിയുതിർത്തു. ആ കൊലപാതകം കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുക എന്നുള്ളതായിരുന്നു അവന്റെ തീരുമാനം. പക്ഷെ വഴിയിൽ വെച്ച് അവനൊരു പോലീസ് ജീപ്പ് കാണുകയാണ്. അപ്പോൾ ആകെ വെപ്രാളമായി. പോലീസിനെ കണ്ടതും അവൻ ഓടി. പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. അങ്ങനെ എല്ലാ സംഭവവും ഒന്നൊന്നായി അവൻ എണ്ണി പറഞ്ഞു. ഈ സമയം അത്രയും ആ വീട്ടുകാർ, പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ മകൾ അതവിടെ മരിച്ചു കിടക്കുകയാണ് സ്വന്തം വീടിനുള്ളിലെന്ന്. एक लड़का जिसने अपना नाम विक्की कुमार बताते हुए तथा घर मंसूरपुर बताते हुए बताया कि उसने प्रेम प्रसंग में शक होने के कारण एक लड़की की गोली मारकर हत्या कर दी है। तत्काल लड़के को हिरासत में लेकर उसकी तलाशी ली गई तथा पूछताछ की गई। उसके तलाशी लेने पर उसके पास एक पिस्टल बरामद हुआ। साथ ही साथ जब घटना का सत्यापन कराया गया, घटना सही पाई गई। लड़के को गिरफ्तार कर लिया गया है। घटनास्थल से एक खोखा भी बरामद किया गया है। साथ ही साथ एफएसएल की टीम को बुलाकर आवश्यक साक्ष्य संकलन किया जा रहा है। उग्रतर विधि सम्मत कार्रवाई की जा रही है। ഏതാണ്ട് പുലർച്ചെ 2:30 പോലീസ് ആ വീട്ടിലെത്തി അവരെ വിളിച്ചുണർത്തി. വീട്ടിൽ പരിശോധിച്ചപ്പോൾ ആ വീടിന്റെ ഉള്ളിൽ ഒരു നടുമുറ്റം പോലുള്ള ഇടത്ത് രക്തം വാർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ആ പെൺകുട്ടി. മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അടുത്തുള്ള ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെടിവെച്ച പിസ്റ്റളും പോലീസ് കണ്ടെടുത്തു. അപ്പോഴാണ് അവരറിയുന്നത് തങ്ങളുടെ മകൾ തങ്ങളുടെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നുവെന്ന്. നടക്കും അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല ആ കുടുംബത്തിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.